അങ്ങനെ കണ്ട് ചെക്കൻ കൊള്ളാലോ. ഇവന് ചിലപ്പം അതായത് ഞാൻ വാങ്ങിയ അതേ കളർ ഡ്രസ്സിന്റെ ഷർട്ട് ഇട്ട് പോസ്റ്റ് അത് പ്രപ്പോസ് ചെയ്ത് തുടങ്ങുക. അപ്പൊ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം, ഇനി എന്തായിരിക്കും പറയണ്ടാവുക, ഇനി എന്തായിരിക്കും. എന്നോട് ചോദിച്ചു എന്തൊക്കെയാ എക്സ്പെക്ടേഷൻസ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഒരുമിച്ചുള്ള ഒരു സമയം കിട്ടിയപ്പോൾ നമ്മുടെ എന്താ പറയുക, എല്ലാവരും ചോദിച്ച ലവ് സ്റ്റോറി ഒന്ന് എല്ലാവർക്കും പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. കാരണം ഒരുപാട് ആളുകൾ കുറേ കാലമായിട്ട് മെസ്സേജ് അയച്ചതായിരുന്നു. അവിടെ എന്തോ പാത്രത്തിന് സൗണ്ട് എന്തോ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിരുന്നു. എന്താണ്, എങ്ങനെയാണ് ആദ്യം കണ്ടത്, എങ്ങനെയാണ്, ആരാണ് ആദ്യം പ്രപ്പോസ് ചെയ്തത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ കുറേ കാലമായിട്ട്. അപ്പോൾ ഞാൻ അവിടെ ഒറ്റക്കായിരുന്നു, അതായത് ഗൾഫിലായതുകൊണ്ട് നമുക്ക് അവിടുന്ന് ഒറ്റക്ക് വീഡിയോ എടുക്കണ്ടെന്ന് വെച്ചിട്ട് ഓൺലൈൻ കിട്ടുന്നൊരു സമയം വരുമ്പോൾ നമുക്ക് ഒരുമിച്ച് വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ടാണ് ഇതുവരെ ഇതിനെ പറ്റിയിട്ടൊന്നും പറയാണ്ടിരുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ നിക്കാഹ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കായിപ്പോയി. ഞങ്ങൾക്ക് രണ്ടാൾക്കും ആ ഒരു ഫ്രീ ടൈം കിട്ടിയിട്ടില്ല ഒരുമിച്ച് അതിനെ പറ്റിയിട്ടൊന്ന് പറയാനുള്ളത്. അപ്പോൾ ഇപ്പോൾ ഒരു സമയം കിട്ടിയപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ചു അല്ലേ. അപ്പോൾ സംഗതി സ്റ്റാർട്ട് ചെയ്യാമല്ലോ. എനിക്ക് നാണൊക്കെ വരും ഇപ്പോൾ കാര്യം പറയും. പക്ഷെ എനിക്ക് ഇഷ്ടമുള്ളൊരു വിഷയമാണ് സംസാരിക്കാൻ. കാരണം എന്താ പറയുക, ഒരു സന്തോഷമുള്ള ഒരു വിഷയമാണ് ഇത് സംസാരിക്കുമ്പോൾ. ഞങ്ങളെപ്പോഴും ആദ്യം അങ്ങനെ മെസ്സേജ് ഈ അന്ന് അങ്ങനെ മെസ്സേജ് ഓർമ്മ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഊക്കലൊക്കെ ഉണ്ട്. പിന്നെ എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ വരുമ്പോൾ ആ പണ്ടത്തെ മെസ്സേജ് എടുത്ത് നോക്കുക. ഇവളുടെ അടുത്ത് ഇല്ല, ഇവളന്ന് പണ്ട് ഇവളെ വീട്ടിൽ പിടിക്കുന്ന എഴുതിയിട്ട് ഇവള് ക്ലിയർ ചാറ്റ് അടിച്ച് കളയും. ഇന്ത്യയിൽ അന്നത്തെ മെസ്സേജ് ഇന്നും ഉണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ എന്തെങ്കിലും പറയുമ്പോൾ നോൺ എന്തെങ്കിലും പറയുന്നുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ അപ്പം ഞാനവിടെ സ്ക്രീൻഷോട്ട് ഇട്ടോ. അപ്പോൾ ഒരു ടൈപ്പ് നടക്കൂല. അപ്പം എന്തായാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് സംഗതി ഇങ്ങനെയായിരുന്നു. ഓള് പറയും ഫസ്റ്റ്. അതായത് ഞാന് ഇവന്റെ ആദ്യമായിട്ട് കാണാൻ തുടങ്ങിയത് എന്റെ വീഡിയോ അല്ലേ, മറ്റേ പറഞ്ഞിട്ടുള്ള സർപ്രൈസ്, ആ വീഡിയോ ആണ് ഞാൻ ഫസ്റ്റ് കണ്ട്. ഇന്ന അങ്ങനെയാണ് ഫസ്റ്റ് കണ്ടത്. അതൊക്കെ നമ്മൾ പരിചയപ്പെടുന്നതിനൊക്കെ മുന്നോട്ടോ. അതെ. അപ്പോൾ ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ അതെനിക്ക് തോന്നുന്നൊരു നോമ്പിന്റെ ടൈമിലായിരുന്നു. അങ്ങനെ കണ്ട് ചെക്കൻ കൊള്ളാലോ, കുഴപ്പമില്ല, അങ്ങനെ ആ വീഡിയോ കണ്ട. അതില് പിന്നെന്താ ഇത് ഫാമിലിയും അതിലില്ലേ, അപ്പൊ ഫാമിലിയും കൊള്ളാം. എനിക്ക് ഈ കൂട്ടുകുടുംബമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോ അങ്ങനെ ഏട്ടന്, വൈഫ്, മക്കള്, പിന്നെ ഉമ്മ, ഉപ്പ, അങ്ങനെ മൊത്തത്തിലൊരു അടിപൊളി. അങ്ങനെയാണ് പിന്നെ എന്റെ വീഡിയോസ് ഇങ്ങനെ കാണാൻ തുടങ്ങിയത്. അതില് നോക്കുമ്പം അഭിനയത്തിന് അഭിനയം എല്ലാം ഉണ്ട്. എനിക്കാണെ എനിക്ക് ഭയങ്കര കുട്ടിക്കളിയാണല്ലോ, അപ്പൊ എനിക്ക് അങ്ങനത്തെ ബോയ്സിനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ എനിക്ക് എന്താ പറയാ, ഒരു ക്രഷ് അല്ല എന്നാലൊരു അറ്റാച്ച്മെന്റും എന്തൊക്കെയോ തോന്നി. അതായത് ഇവക്ക് ആ ഒരു വീഡിയോ കണ്ടപ്പോ ഇവള് ഒരു ഫാൻ ഗേളിനെ പോലെ അല്ലെങ്കിൽ ഒരു ക്രഷ് പോലെ ഇവൾക്ക് ഫീൽ ചെയ്തു. അപ്പോൾ ഇതൊക്കെ ഞാൻ അറിയുന്നത് ഒരു ടൈം കഴിഞ്ഞിട്ടാട്ടോ ഇവൾ ഇതൊക്കെ പറയുന്നത്. അപ്പം ഫസ്റ്റ് സംഭവം ഞാനും ഇവളും കാണുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് പറയട്ടെ, അതായത് ഇവൾക്ക് ഈ സംഭവങ്ങളൊക്കെ ഉണ്ട്, ഈ ക്രഷും കാര്യങ്ങളൊക്കെ ഇവൾക്ക് ഉണ്ട് ആ സമയത്ത്. അപ്പം ഇല്ലല്ലേ, പിന്നെ ഈ അത് വിട്ടു ആ വീഡിയോ കാര്യങ്ങളൊക്കെ. ഇല്ലില്ല, വിട്ടില്ല. ഞാൻ പിന്നെ ഇൻസ്റ്റ നോക്കിയപ്പോ അതിലിപ്പോ ഇൻഫ്ലുവൻസർ അല്ലേ, അപ്പൊ അതില് കൊറേ വീഡിയോ കാര്യങ്ങള്, പിന്നെ അല്ലാതെ എന്റെ ഓരോരോ വീഡിയോസ് ഒക്കെ കണ്ട് അങ്ങനെ പിന്നെ ഭയങ്കര എന്താ പറയാ, ആളെ ഓക്കെ ഭയങ്കര ക്രഷ് അടിക്കൂലേ. അങ്ങനെ കുറച്ച് കാലം ഇതുണ്ടായിരുന്നു ഭയങ്കര. ഇവന്റെ വീഡിയോ നോട്ടിഫിക്കേഷൻ വരുമ്പോ അന്നപ്പോ എടുത്ത് കാണുക. ഇതൊക്കെ ഞാൻ അറിയണ്ടെങ്കിൽ ഞാനപ്പോ തുരിതുരാ വീഡിയോ ഇട്ടേനെ, നമുക്കറിയില്ലല്ലോ അതിങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ വീഡിയോസ് കാണുക. പിന്നെ ഇവന് ചിലപ്പം അതായത് ഞാൻ വാങ്ങിയ അതേ കളർ ഡ്രസ്സിന്റെ ഷർട്ട് ഇട്ട് പോസ്റ്റ് ഒക്കെ ഇടും. അപ്പൊ ഞാൻ മാച്ച് ചെയ്ത് അങ്ങനത്തെ ഓരോരോ ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ കുറച്ചു കാലം അങ്ങനെ പോയിക്കുന്നു. ഓക്കെ. അപ്പൊ ഈ ഒരു കാലത്തിന്റെ ഇടക്കാണ് ഞങ്ങൾ തമ്മിൽ അവിചാരിതമായിട്ട് യാതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കോയിൻസിഡൻസ് എന്നൊക്കെ പറയില്ലേ, അതുപോലെ നമ്മൾ കാണുന്നത്. ലൈക്ക് ഞാന് ഫ്രണ്ട്സിന്റെ കൂടെ ഫോക്കസ് മാളില് അല്ലേ, ഫോക്കസ് മാളില് പോയപ്പം ചെക്കന്മാരൊക്കെ ഫ്രണ്ട്സൊക്കെ അവിടെ വണ്ടിയിൽ അവിടെ ഇരിക്കുകയാണ്. ഞാൻ അത്യാവശ്യമായിട്ട് കുറച്ച് പൈസ എടുക്കാൻ ATM കയറാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോഴാണ് ഇവളെ കാണുന്നത്. ഇവളെ ഞാൻ ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല. ഞാൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5-6 ആൾക്കാരുണ്ട്, കുറച്ച് പ്രായമായ ആളുകളൊക്കെ ക്യൂലുണ്ട്. അപ്പോൾ അതായത് കുറച്ച് ഒരു 10-40 വയസ്സായ ആളുകളൊക്കെയാണ്. അപ്പോൾ ഇവളെ അനിയത്തി മാത്രം അവിടെ ക്യൂല് നിൽക്കുന്നുണ്ട് സംഭവം.
അപ്പൊ ബാക്കിലാണ് നിൽക്കുന്നത്. അപ്പൊ ഓളിൽ മാത്രം ഗേൾസ് നിൽക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ജെനുവിൻ പോയി. ഞാൻ എന്ത് ചെയ്തു, ഞാൻ നിന്നപ്പോൾ ഞാൻ എത്താൻ നേരത്ത് ഓലോട് പറഞ്ഞു നിങ്ങൾ വേണമെങ്കിൽ എടുത്തോളി എന്ന് പറഞ്ഞിട്ട് ഇവരെ കയറ്റി വിട്ടു. അപ്പൊ ഇവരിങ്ങനെ നോക്കുന്നുണ്ട്. ഇവരല്ല, ഇവള് അനിയത്തിക്കും അറിയാൻ തോന്നുന്നു അല്ലേ? അതെന്താ ഞാൻ വന്നപ്പം ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. അപ്പം ഇവള് ആ ഒരു അന്താളിപ്പിൽ ഇവള് നോക്കി നിൽക്കണം. അപ്പൊ ഞാൻ നോക്കണ്ട് എന്താ ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞ് ഇഷ്ടപ്പെട്ടില്ലേ, അതായത് കയറാൻ ഫ്ലേർട്ട് ചെയ്യണ പോലെ തോന്നിയോ. ഞാൻ എന്താ വെച്ച് കഴിഞ്ഞാല് ആ ഗേൾസ് ഒറ്റ ആളുള്ളൂ ഇവള്. അപ്പൊ ഓളെടുത്താലും ബാക്കിയുള്ളവർക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പം ഓളെടുത്ത് പോയിക്കോട്ടെ എന്ന് എഴുതിയിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പം ഇവളിങ്ങനെ ഇടക്ക് നോക്കുക, എനിക്ക് പൈസ എടുക്കണ പൈസ എന്നല്ല നോക്കണേ, ഇങ്ങനെ നോക്കുക. ഞാൻ വിചാരിച്ചു എന്താ ഇവള് ഇങ്ങനെ നോക്കണം, എനിക്ക് ഇങ്ങോട്ട് എന്തെങ്കിലും നെഗറ്റീവ് അടിച്ചോ എന്നൊക്കെ കുഴപ്പമില്ല. ഞാൻ എന്തേലും അങ്ങനെ പൈസ ഒക്കെ എടുത്തിട്ട് ഞാൻ പോയി. ഇവളും അവിടുന്ന് ഇങ്ങനെ ഇവള് പൈസ എടുത്ത് ഇവളിങ്ങനെ നോക്കി ഞാൻ നോക്കുമ്പോ അപ്പൊ അങ്ങനെ നോക്കിയിട്ട് എന്ത് ചെയ്തു, ആ ഒരു ടൈം കഴിഞ്ഞു. ഞാൻ പൈസ ഒക്കെ എടുത്ത് പോയി. എന്റെ മൈൻഡിൽ ഇത് പോയി സംഭവം കഴിഞ്ഞിട്ട്. പിന്നെ ഞാൻ ദുബായിലൊക്കെ എത്തി. ഒരു സമയത്തുണ്ട് ഒരു മെസ്സേജ് ഇൻസ്റ്റാഗ്രാമില്, ഞാനപ്പോ ഇത് വിട്ടിക്കുന്നു. അതായത് ക്രഷ് ഇല്ല, എന്നാലും വീഡിയോ കാണുക, ഫോളോവർ എന്നുള്ള അത് ആ ടൈം, അതായത് ഇവൾക്ക് ക്രഷ് അടിച്ച സമയം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒന്നിങ്ങനെ മാറി വേറെ കുറെ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ വന്നപ്പോ ഓലൊക്കെ പോയി. എന്നാലും അത്രക്ക് തന്നെ പണ്ട് മറ്റേ ഡൈ ഹാർഡ് ഫാൻ പോലെ എന്റെ എല്ലാ വീഡിയോ ഇങ്ങനെ കാണുക എല്ലാം അങ്ങനത്തെ ടൈപ്പ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ ഓക്കെ എന്നുള്ളൊരു ഓക്കെ. അപ്പൊ ആ ഒരു ലെവലിൽ എത്തിയപ്പോഴാണ് നിന്നെ കണ്ടപ്പോ പിന്നെയും കൂടിയോ? കണ്ട ആ ടൈമിൽ. പിന്നെ കുറെ കഴിഞ്ഞാണല്ലോ ഈ ദുബായിലെത്തി. അങ്ങനെ കണ്ടപ്പോ കൊള്ളാലോ, അതായത് ആള് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ, അതായത് ഭയങ്കര കെയറിങ്ങും ആ ഒരു രീതിയിൽ ഫ്രണ്ട്സിനോടായാലും ഭയങ്കര ചില്ല് ചെയ്ത് സംസാരിച്ച്. അപ്പൊ കൊള്ളാം. അപ്പൊ എന്തായാലും ഞാൻ ദുബായിൽ എത്തിയപ്പോ കുറച്ച് ടൈമിന് ഓർമ്മല്ല, ഇവള് മെസ്സേജ് അയച്ചു ഇൻസ്റ്റാഗ്രാമിൽ, ഹായ് ഇന്ന് ഓർമ്മ ഉണ്ടോന്ന് വെച്ചിട്ട്. അപ്പൊ നമ്മൾ ഈ പ്രൊമോഷന്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ എല്ലാവരുടെ മെസ്സേജ് നമ്മൾ വായിക്കലുണ്ട് ഓൾമോസ്റ്റ്. ഞാൻ എന്താ വെച്ചാൽ അതിന്റെ മുമ്പൊന്നും ഞാൻ മെസ്സേജ് അയച്ചില്ല. അതായത് എന്റെ ഫ്രണ്ട്സൊക്കെ, എന്റെ 1-2 ഫ്രണ്ട്സൊക്കെ എന്റെ ഫാനാ. അപ്പം ഇങ്ങനെ മെസ്സേജ് അയച്ചപ്പോ ഒന്നും റിപ്ലൈ ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഗേൾസിന് നമ്മള് കാരണം എന്താ വെച്ചാൽ നമ്മള് ആ ഒരു അപ്പൊ നമ്മൾ പിന്നെ ഞാനും മെസ്സേജ് അയക്കാനൊന്നുമില്ല, ഫാൻ ഗേൾ ആ ഒരു ഇതല്ലേ. അപ്പൊ മെസ്സേജ് അയക്കാനൊന്നുമില്ല. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് ആ സമയത്ത് പറഞ്ഞത്, ഞാൻ ഇതുവരെ മെസ്സേജ് അയക്കാണ്ടിരുന്നത് ഈ ഒരു സാധാരണ ഫ്ലേർട്ട് ചെയ്യുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ ഈ ഇന്നിപ്പോ എടുത്തു എന്ന് തോന്നല് ആ ഒരു വിചാരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓൾ അതുവരെ മെസ്സേജ് അയക്കാന്നാണ് പറഞ്ഞത്. ഞാൻ അപ്പൊ എന്നെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാണെന്ന് അറിയില്ല കേട്ടോ. അപ്പൊ അല്ലല്ല, അതായത് അങ്ങനെ നമ്മളിപ്പോ മെസ്സേജ് അയച്ചാൽ ഒരു നോർമൽ ഗേളിന്റെ മാതിരി നമ്മൾ അങ്ങ് വിടും. അപ്പൊ ഇവള് കണ്ടപ്പോ ഓള് പറഞ്ഞു ഇന്നെ മനസ്സിലായോ, ഇങ്ങനെ കണ്ടിരുന്നു ATM-ന്റെ അവിടുന്ന്, അങ്ങനെ ഓർമ്മ ഉണ്ടോ കാലിക്കറ്റ് എന്നൊക്കെ പറഞ്ഞപ്പോ ഓക്കെ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ റിപ്ലൈ കൊടുത്ത്. പിന്നെ റിപ്ലൈ കൊടുത്ത് ഇതിങ്ങനെ കണ്ടിന്യൂസ് ചാറ്റായി മാറി. ലൈക്ക് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയും ഓളുടെ. ലൈക്ക് അന്ന് ആ ഒരു ദിവസം തന്നെ ഞാൻ എന്തോ ഒരു ലീവായിട്ടുള്ളൊരു ദിവസമായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് ഓഫുള്ള ഡേ എന്ന് തോന്നുന്നു. അപ്പം അന്ന് തന്നെ ത്രൂ ഔട്ട് ആ ഡേ ഫുൾ കണ്ടിന്യൂസ് രാവിലെ എനിക്ക് 9 മണിക്ക് മെസ്സേജ് അയച്ചിട്ട് നമ്മള് രാത്രി വരെ അങ്ങനെ ഇരുന്ന് മെസ്സേജ് അയക്കുക. ലൈക്ക് കണ്ടിന്യൂസ് ആ ഒരു വൈബ്. അതായത് ഞാൻ പെട്ടെന്ന് എനിക്കൊരു അറ്റാച്ച്മെന്റ്, അതായത് ബോയ്സിനോട് അതായത് നമ്മൾ ബോയ്സിനോട് സംസാരിക്കുമ്പോൾ നമ്മൾ വേറെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് അങ്ങനെ അല്ല. ഇത് എനിക്ക് അങ്ങനെ ഒന്നും ഫീൽ ചെയ്ത് എനിക്ക് ഭയങ്കര കംഫർട്ട് ആയിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. മറ്റേ ചിലപ്പോൾ ആൾക്കാരെ കുറിച്ച് കുറ്റം പറയായിരിക്കും. അങ്ങനെ ഫസ്റ്റ് ഡേ മുതൽ തന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് മെസ്സേജ് ഇങ്ങനെ ഡേ ബൈ ഡേ എല്ലാ ദിവസവും അപ്ഡേറ്റ് ചെയ്യാൻ തുടങ്ങി. ലൈക്ക് വേറെ ഒന്നും ഇല്ല കേട്ടോ. അന്നൊന്നും എന്റെ മനസ്സിലോ അവളുടെ മനസ്സിലോ വേറൊരു ചിന്തയില്ല. എനിക്ക് അല്ല നമുക്ക് ഓൾറെഡി ഒരു എന്താ പറയാ ഫാൻ ഗേൾ ആണല്ലോ. അപ്പൊ ഒരു ക്രഷ് അന്നൊന്നും ഇവളിതൊന്നും പറഞ്ഞിട്ടില്ല. ലൈക്ക് അന്ന് ഈ ATM കണ്ടു ആ ഒരു കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്റെ മനസ്സിൽ എന്താ വെച്ച് കഴിഞ്ഞാല് ഒരാള് നല്ല എന്താ പറയാൻ പറ്റിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഭയങ്കര രസത്തിൽ ആ ഒരു മെസ്സേജുകൾ പോകുന്നുണ്ട്. അതായത് ഒരു ലാഗ് ഇല്ലാണ്ട് ഒരു അങ്ങോട്ട് ചളി പറയാനും അല്ലെങ്കിൽ അങ്ങോട്ട് തമാശ പറഞ്ഞാൽ അതിനനുസരിച്ച് ഇങ്ങോട്ട് തിരിച്ചു പറയാനും ആ ഒരു വൈബ് ഇങ്ങനെ സെറ്റ് ചെയ്ത് പോയിരുന്നു. ഇവളുടെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോസ് സെൻഡ് ചെയ്യുക അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. ഇവൾ അന്ന് കണ്ട ഒരു ഓർമ്മ എനിക്കുള്ളൂ. കാരണം എനിക്ക് എന്താ വെച്ച് കഴിഞ്ഞാല് ഫോട്ടോ അങ്ങനത്തെ ഒരു ഇതുള്ളൂ. അല്ലാണ്ട് പിന്നെന്താ പറയാ ഇൻസ്റ്റയിൽ ഞാൻ പോസ്റ്റ് ഒന്നും ഇടില്ല. നമ്മൾ മറ്റേ ഗേൾ സെക്കൻഡ് അക്കൗണ്ടിൽ ഞാൻ പോസ്റ്റ് ഒക്കെ ഇടില്ല. മെയിലിൽ അങ്ങനെ ഉണ്ടല്ലോ. അങ്ങനെ എന്തൊക്കെയാണ് ഇവള്. അപ്പൊ ഫോട്ടോസ് ഒന്നും ഇല്ല. ഇവള് കൂടിപ്പോയ ഒരു മറ്റെന്താ പറയാ ചൂലിന്റെ ഫോട്ടോ, ഒരു JBL ബോക്സിന്റെ ഫോട്ടോ. അത് നമ്മളില്ലേ അപ്ഡേറ്റ് ചെയ്യല്ലോ നമ്മൾ എന്താ ചെയ്യുന്നത്. ഈ 2 ഫോട്ടോ ഡെയിലി വരും. അപ്പൊ ചൂലിന്റെ ഫോട്ടോ കണ്ട ഓക്കെ അടിച്ചു വരും. ഇവിടെ ആകെ എടുക്കുന്ന പണി ഒരു ദിവസം അടിച്ചു വരലാണ്. അപ്പൊ അത് അടിച്ചു വരണമെങ്കിൽ ഇവക്ക് പാട്ട് നിർബന്ധ. ഈ പാട്ട് ഇട്ടിട്ടാണ് ഇവിടെ അടിച്ചു. അപ്പൊ ഈ 2 പിന്നീട് എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാകാൻ തുടങ്ങി. അതായത് ഫോട്ടോ വന്നു കഴിഞ്ഞാൽ ഓക്കെ
ചൂല് അടിച്ചുവരിക്കോ അങ്ങനത്തെ ഒരു രീതിക്ക് അത് അത്രയും ഭയങ്കര എന്താ പറയാ ആളെന്താ ചെയ്യണം അങ്ങനത്തെ രീതിയിലേക്ക് ആ മെസ്സേജ് ഒക്കെ പോയി. ഭയങ്കര ഫ്രണ്ട്സായി. എനിക്ക് എന്തും പറയാം. അത് എന്റെ പുരയിലാണെങ്കിലും അത്ര ഫ്രീഡം ഉണ്ട്, എന്നാലും കുറച്ച് കാര്യങ്ങൾക്ക് സ്ട്രിക്റ്റാ. അപ്പൊ എനിക്ക് ഒരാളെ വെച്ചാൽ എന്തും പറയാം, എന്തും കച്ചറ കളിക്കാം, അങ്ങനത്തെ ഒരു ടൈപ്പോ. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മളെ വീഡിയോ കണ്ടപ്പോ ഇവള് നോട്ട് ചെയ്ത സംഭവം ഇവള് അന്ന് പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ പറയാം. അതായത് ഞാൻ ഇവന്റെ വീഡിയോയില് ഞാൻ ആകെ ശ്രദ്ധിച്ചത്, കാരണം ഒരു ബോയ് ഒക്കെ അമ്മന്റെ അടുത്ത് ഇങ്ങനൊക്കെ, അതും വീഡിയോയിൽ ഇത്ര പബ്ലിക് ആയിട്ട് ഇങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കുക. അപ്പൊ ഞാൻ വിചാരിച്ച് പഠിച്ചവനെ, അപ്പം എന്റെ വൈഫിനെ അവനെ എങ്ങനെയായിരിക്കും നോക്കുക. അപ്പൊ അതൊക്കെ കണ്ടപ്പോ അങ്ങനെ ഇവളിനോടെന്ന് പറഞ്ഞത് നിങ്ങള് പെരുമാറുന്ന രീതി ഭയങ്കര ഇതാണ്. ഞാൻ നല്ല രീതിയിലല്ല കേട്ടോ അന്ന് പറഞ്ഞത്. അന്ന് ഫാമിലി, നിങ്ങളെ ഫാമിലി വൈബ് ഭയങ്കര അടിപൊളിയാണ്. നിങ്ങൾ ഉമ്മാനെ ട്രീറ്റ് ചെയ്യണത്, ഉപ്പാനെ ട്രീറ്റ് ചെയ്യണത്, അങ്ങനെ ഒരു ഉമ്മ ഉപ്പ അങ്ങനെയൊന്നുമില്ല. അത് നമ്മുടെ വീഡിയോസ് കാണുന്ന ആളുകൾ അത് ആ ഒരു സംഭവമാണ് കൂടുതലും ഇഷ്ടം എന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം അതുപോലെ ഏകദേശം അറിയാം. അപ്പൊ എന്തായാലും ആ ഒരു സംഭവമായിരുന്നു. പിന്നെ ഇങ്ങനെ മെസ്സേജ് പിന്നെന്താ പറയാ, ഒരു സമയത്തിയപ്പോൾ ഞാൻ എന്നോട് ഇങ്ങനെ തോട്ടിട്ടു. അതായത് എടാ കല്യാണമൊക്കെ നോക്കണം, ലൈക്ക് ഈ ഒരു ഇത് എന്താ പറയാ, ഇങ്ങനെ നടന്നാൽ പോരാ, എല്ലാവരും ഇങ്ങനെ നോക്കി തുടങ്ങിക്കണ് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, നൈസായിട്ട് ഞാൻ ഇവളോട് പറഞ്ഞു ഇങ്ങനെ, എടി ഉമ്മ അങ്ങനെ പറയുന്നുണ്ട് കല്യാണം നോക്കണമെന്നൊക്കെ, എന്റെ പരിചയത്തിൽ ഏതെങ്കിലും കുട്ടികളുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ പറഞ്ഞത് ഇവളോട്. ഇവളെ റെഡി ആയിട്ട് അങ്ങനൊന്നുമില്ല. ഞാൻ അപ്പം ഇങ്ങനെ പഠിക്കാനല്ലോ, അപ്പൊ ഞാൻ പറഞ്ഞു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഞാൻ വേണേ നോക്കായിരുന്നു. ഓള് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഓളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയും, നമുക്ക് നല്ല ആളുകളൊക്കെയാണെങ്കിൽ നോക്കാം. കാരണം എനിക്ക് ആ ഒരു വൈബില്ല. ലൈക്ക് എനിക്ക് ഇങ്ങനെ പ്രണയിച്ചിട്ട് അങ്ങനത്തെ ഒരു സംഭവം ഇല്ല. നമ്മള് ജോബ് കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ബിസിയാണ്. നാട്ടിൽ വന്നിട്ടും സാധാരണ ചായയും കുടിച്ച് പെണ്ണ് കണ്ട് നടക്കാനുള്ള ഒരു വൈബില്ല. ഒന്നാമത് നമ്മളിങ്ങനെ അറിയുന്ന ആളായതുകൊണ്ട് സുഹേൽ പോപ്പ് പെണ്ണ് കാണാൻ വരിക എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു സാധനം ഉണ്ടല്ലോ. അപ്പൊ അത് എനിക്ക് തീരെ ഇഷ്ടമല്ലായിരുന്നു. അപ്പം ആരെങ്കിലും കണ്ട് നല്ല കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പരിചയത്തിലുള്ള എൻ്റെ കൂട്ടുകാരന്മാരോടൊക്കെ ആ സമയത്ത് ഇങ്ങനെ പറയുന്ന ടൈമാണ്. അപ്പോൾ ഇവളോട് ഞാൻ അങ്ങനെ പറഞ്ഞു, നിന്റെ ഫ്രണ്ട്സിന് ആരെങ്കിലും ഉണ്ടെങ്കിൽ നല്ല കുഴപ്പമില്ല, കാണാനും അത്യാവശ്യം ഒരു ഇതില്ലാത്ത പഠിക്കാനൊക്കെ താല്പര്യമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ ഉണ്ടോ നോക്കെന്ന് പറഞ്ഞു. ആ സമയത്ത് ഇവൾ എന്നോട് പറഞ്ഞു. അപ്പൊ ഉണ്ടല്ലോ ഇവന്റെ മനസ്സിൽ എന്താന്ന് അറിയണല്ലോ, അതായത് ഇവന്റെ എക്സ്പെക്ടേഷൻ ഇങ്ങനെയാണ്, ഇന്നെ പറ്റുമോ, ഇന്നെ ഇഷ്ടം, അതായത് അതായത് ഇവന്റെ പെരുമാറ്റത്തിന് എനിക്ക് മനസ്സിലായില്ല. മീൻസ് ഇന്നോ ഒരു ഇഷ്ടം ആ ഒരു ടൈപ്പ് ഒന്നും എനിക്ക് മനസ്സിലായില്ല. എന്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ കൂട്ടുകാരന്മാരൊക്കെ ഉണ്ടെങ്കിൽ പറയുന്നു പറഞ്ഞപ്പോ ഇവിടെ പറഞ്ഞു എന്റെ കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടില്ല, അതുവരെയൊക്കെ വെയിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ തന്നെ ഓക്കെ ആയിരുന്നു. അങ്ങനെ എന്തോ അങ്ങനെയാണ് എന്റെ വക ഒരു പ്രപ്പോസൽ ഉണ്ടായിരുന്നു. എന്റെ വക ഒരു പ്രപ്പോസൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവൾക്ക് ഇനി താല്പര്യമുണ്ടോ, ഇത്രയും അറിയാം, അപ്പൊ അങ്ങനെയാണെങ്കിൽ ബെറ്റർ ആണല്ലോ എന്നുള്ളൊരു സാധനം. ഞാൻ അത് പറഞ്ഞിട്ടില്ല അല്ലെ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ എന്തായാലും നമ്മള് തമാശയിൽ ഇങ്ങനെ പറയാം. അപ്പൊ ഞാൻ ഇവിടെ മെസ്സേജ് റിപ്ലൈ നമ്മളിത് അയച്ചല്ലോ, അതായത് പ്രപ്പോസ് ചെയ്ത് തുടങ്ങുക. അപ്പൊ ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം, ഇനി എന്തായിരിക്കും പറയണ്ടാവുക, ഇനി എന്തായിരിക്കും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, 2 വർഷമല്ലേ അതൊക്കെ ഓക്കെയാണെന്ന് പറഞ്ഞു. അതിലിപ്പോൾ പിന്നെ അയക്കണ മെസ്സേജിലൊക്കെ ഭയങ്കര തുളുമ്പിയ ലവ് വരാൻ തുടങ്ങി. ലൈക്ക് എന്താ പറയാ ഇങ്ങനെ. പിന്നെ എന്റെ മനസ്സിൽ ലഡ്ഡു പൊട്ടാൻ തുടങ്ങിയില്ലേ. പിന്നെ ഇവള് അതുവരെ സംസാരിച്ച അവളല്ല പിന്നെ സംസാരിക്കുന്നത്. പിന്നെ മെസ്സേജ് അയക്കണൊക്കെ ഭയങ്കര എന്താ പറയാ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരാളായിരിക്കുമല്ലേ. അങ്ങനെ എന്തൊക്കെയാ ഞാൻ ചോദിച്ചു, എന്താ എക്സ്പെക്ടേഷൻസ് ഒക്കെ ഉണ്ടാവില്ല, നമ്മൾ ഒറ്റയടിക്ക് ഇങ്ങനെ പ്രപ്പോസ് ചെയ്ത് അങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് അങ്ങനെയല്ല, നമ്മള് നോക്കുമ്പോ സീരിയസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയിരുന്നു. അപ്പം ഞാൻ ചോദിച്ചില്ലേ, ഇവക്കും അതേപോലെ ഇവക്കും ഇതിന് മുമ്പ് ഭയങ്കര ഒരു എന്താ പറയാ സീരിയസ് ആയിട്ടുള്ള റിലേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് പറ്റിയ ഒരാളെ കിട്ടുക, നമ്മളെ വൈബിന് പറ്റിയ അങ്ങനത്തെ. അപ്പം എനിക്കും അങ്ങനെ ഭയങ്കര എന്താ പറയാ ഒരു ഭയങ്കര എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ല. ഇവളിനോട് എക്സ്പെക്ടേഷൻ എന്താന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞത് എന്നെ സ്നേഹിച്ചാ മാത്രം മതി. എന്തൊരു മനുഷ്യനാ. അതല്ല, സാധാരണ ബോയ്സിനൊക്കെ ഉണ്ടാവില്ല, മുടിത്ര വേണം, അത് വേണം, ഇത് വേണം, ഇങ്ങനെ എന്താ, അതായത് ഇന്നെ അക്സെപ്റ്റ് ചെയ്ത് ഇന്നെ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര വലിയ കാര്യമാണ്. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ലൈക്ക് ഇപ്പൊ ഇന്റെ എന്താ പറയാ ഇന്റെ ചില പൊട്ടത്തരങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇന്റെ കാട്ടിക്കൂട്ടൽ, ഇന്റെ കളികളുണ്ട്. ലൈക്ക് ഞാൻ സാധാരണ ഞാൻ മെച്യൂർഡ് ആവേണ്ട സ്ഥലത്ത് മാത്രം മെച്യൂർഡ് ആവുക. അതായത് ഇവളിനോട് എടാ ഇന്ത്യ ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
അതിന് മാത്രം ഒരു സീരിയസ് ആയിട്ട് പെർഫെക്റ്റ് മറുപടി കൊടുക്കുക. അല്ലാത്ത സമയത്ത് മൊത്തം ഊക്കും കാര്യങ്ങളുമാണ്. അല്ലാണ്ട് വേറൊരു സീരിയസ് ലൈഫ് ഒന്നും എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. ഞാൻ ആ ഒരു വാക്കില് എന്നോട് പറഞ്ഞ് എനിക്കൊന്നും വേണ്ട, എന്റെ ലൈഫ് ലോങ് ഇന്നെ ഇഷ്ടപ്പെട്ടാൽ മാത്രം മതി. അത് സിമ്പിൾ അല്ലേ, അതിപ്പോ എല്ലാരും അങ്ങനെ തന്നെ അല്ലേ, അങ്ങനെ അങ്ങനെ. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനെ എനിക്ക് വേറെ തരത്തിലുള്ള സംഭവം ആലോചിച്ചപ്പോ എനിക്കതാണ്, എനിക്ക് ഇന്നെ ഇഷ്ടപ്പെട്ടാൽ മതി, ഇന്നെ ഇഷ്ടപ്പെടുന്ന ആളെ ഞാനും ഇഷ്ടപ്പെടും, അങ്ങനത്തെ ഒരു സംഭവം. അപ്പോൾ അങ്ങനെ എനിക്കും ഇങ്ങനെ ഭയങ്കര എന്താ പറയാ, നമ്മളിങ്ങനെ ഇങ്ങനെ വേണം എന്നൊന്നും ആലോചിച്ചിട്ടില്ല. ആ ഒരു തരത്തിലേക്ക് തന്നെ അമ്മ പറഞ്ഞതിന് ശേഷമാണ് കല്യാണം നോക്കണം. ആ ഒരു രീതിയിൽ എത്തിയപ്പോൾ തന്നെ അപ്പോഴാണ് നമ്മൾ ആലോചിച്ച് തുടങ്ങുന്നത്. അപ്പം എനിക്കങ്ങനെ ഭയങ്കര എക്സ്പെക്ടേഷനും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് അങ്ങനെയല്ല. പിന്നീട് ഞാൻ എന്ത് ചെയ്തു, പിന്നീട് ഇവളുടെ സംസാരവും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അങ്ങനെ പിന്നെ എന്നോട് ചോദിച്ചു എന്തൊക്കെ എക്സ്പെക്ടേഷൻ. ഇവളുടെ എക്സ്പെക്ടേഷൻ കോമഡി ഒന്നും കേട്ടോ. പിന്നെ വലിയ കാര്യങ്ങളൊന്നുമില്ല. ഞാൻ ഇവളോട് ചോദിച്ചു എന്താണ് എക്സ്പെക്ടേഷൻസ് കാര്യങ്ങൾ. പക്ഷെ ആ സമയത്തും സത്യം പറയുകയാണെങ്കിൽ ഞാൻ ആ ഒരു രീതിക്കൊന്നും എത്തിയിട്ടില്ല. തമാശക്കുള്ള ഒരു സംസാരമാണ് അപ്പോഴും ഉള്ളത്. അതായത് ആ ഒരു രീതിയിലേക്ക് എത്തിയിട്ടില്ല. അപ്പൊ ഇവള് പിന്നെ എന്നോട് ചോദിച്ചു, ഞാൻ ഇവൾക്ക് ഞാൻ പറയുന്നതൊക്കെ ഓള് ആ ഒരു എക്സ്ട്രീം ലെവലിൽ എടുത്തിട്ടാണ് കേൾക്കുന്നത്. പക്ഷെ കാരണം ഓള് സോയിൽ പോപ്പ് ഇങ്ങനെ റിപ്ലൈ അതുകൊണ്ടായിരിക്കും. ഞാൻ അങ്ങനെയല്ല, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് സംസാരിക്കുന്ന പോലെയാണ് സംസാരിക്കുന്നത്. അപ്പം ഇവള് എന്നോട് പറഞ്ഞ്, ഞാൻ ഇവളോട് ചോദിച്ചു എന്താണ് എന്റെ എക്സ്പെക്ടേഷൻസ് എന്ന് ചോദിച്ചു. അപ്പൊ ഇവള് പറഞ്ഞ് ഒന്നെനിക്ക് ഓർമ്മയുണ്ട്, ഇന്നെടുത്ത് കറക്കണം. അത് എൻഗേജ്മെന്റ് തന്നെ തീർത്തു. 4 കറക്കല. ഇവിടുന്ന് ഒരു കിറുകിറാറ് സൗണ്ട് ഒക്കെ കേട്ടു ഞെട്ടലിന്റെ അവിടെ, എന്നാലും അതൊക്കെ തീർത്ത്. പിന്നെന്താ പറഞ്ഞത്, ഇന്നെ നല്ലൊരു നോക്കണമെന്നോ എന്താണ് ജോബിന് വിടണമെന്നോ അങ്ങനെ എന്തൊക്കെയാ. അതിലൊരു സാധനം, അതില് ഒന്ന് മാത്രമേ ക്രിഞ്ചുള്ളൂ, അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. കാരണം ഊക്കാൻ പറ്റിയ എന്താണ് അത് എനിക്ക് ഓർമ്മ ഉണ്ടാവുള്ളൂ. അപ്പം മോതിരം ഒന്ന് പോയി ഗൈസ്, പ്രണയത്തിന്റെ ഒരു സംസാരത്തിന്റെ ഇടയ്ക്ക് ഞാൻ അതിനെ മുറിച്ചു. ഓക്കെ, അതിനെ നമുക്ക് സംസ്കരിക്കാം കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പം എന്താണ് അങ്ങനെ നമ്മള് അപ്പൊ എനിക്ക് എക്സൈറ്റ്മെന്റ് ലെവൽ അത് അത്ര പീക്ക് ഇവനല്ലേ. ഞാൻ കല്യാണം എന്നൊന്നും അപ്പൊ എന്റെ മൈൻഡിൽ അങ്ങനൊന്നും ഇല്ല. പക്ഷെ ഇവ ഡയറക്റ്റ് ആയിട്ട് പ്രപ്പോസ് ചെയ്യുന്നത് കല്യാണം അങ്ങനെ. അതായത് എനിക്ക് പിന്നെ വേറൊന്നും എനിക്ക് പ്രണയിച്ചടക്കാനോ അങ്ങനത്തെ താല്പര്യമൊന്നുമില്ല. ഞാൻ എനിക്കിങ്ങനെ കല്യാണം അല്ലെങ്കിൽ നിക്കാഹെങ്കിലും അറ്റ്ലീസ്റ്റ് കഴിയണം. പിന്നെ ആ ഒരു രീതിയിൽ. അപ്പോൾ പിന്നെ എന്താ പറയാ, ഇവളും അതിന്റെ കോമഡി എന്താ അറിയോ, 3 കൊല്ലം മുമ്പ് ജർമ്മനി പോയി പഠിക്കണം, അതൊക്കെയാണ് ഇവരുടെ സംഭവം കേട്ടോ. പിന്നെ ഞാൻ മെസ്സേജ് അയച്ചു തുടങ്ങിയപ്പോ ഇവക്ക് എന്ത് ചെയ്തു, പെട്ടെന്ന് കല്യാണ വൈബ് മാത്രമായി, ജർമ്മനി ഒക്കെ പോയി. ഓളമ്മ എപ്പോഴും പറഞ്ഞു നോക്കും. അപ്പം എന്തായാലും അങ്ങനെയൊക്കെ ആയിരുന്നു. അതിൽ പിന്നെ ഒരു സീരിയസ് ടോക്കിലേക്ക് പോയി. ലൈക്ക് എന്താണ് ഇത്, സക്സസ് ആവോ, ഇത് ഓക്കെ ആവോ, എന്താണ് എന്റെ കാര്യങ്ങള്. പിന്നെ ഞാൻ ഇതിനെ പറ്റി കറക്റ്റ് പറഞ്ഞു. ഞാൻ ഇവന്റെ ഇഷ്ടങ്ങൾ അറിയാൻ തുടങ്ങി. അതായത് അല്ലാണ്ട് ആളെങ്ങനെയാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പക്ഷെ നമുക്ക് എന്താ പറയാ, പാർട്ട്ണർ എങ്ങനെ വേണം, അതൊക്കെ ഞാൻ ഇങ്ങനെ ചോദിച്ച് നമ്മൾ മനസ്സിലായി. അപ്പൊ എനിക്ക് ഓക്കെയാണ്, ചെക്കൻ കൊള്ളാം, അപ്പോഴാണ് നമ്മൾ റെഡിക്ക്. അതുവരെ എന്തെങ്കിലും വീഡിയോ നീളം, ഇത് ലവ് സ്റ്റോറിയാണ്. ഓക്കെ, അപ്പം ഈ പറഞ്ഞു നമുക്കൊന്ന് കാണണം, കണ്ടിട്ട് നമുക്ക് ഇങ്ങനെ. അപ്പൊ ഞാൻ എനിക്ക് വാക്ക് തരും അങ്ങനെ ഈ പറഞ്ഞു. ഞാൻ പറഞ്ഞു അവിടുന്ന് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഒരു ലവ് ടോക്സിനൊന്നും എനിക്ക് താല്പര്യമില്ല. ലൈക്ക് ദുബായിൽ നിന്ന് ഞാൻ പറഞ്ഞോളോട്, എടി എനിക്കൊരു ലവ് ടോക്കിനൊന്നും താല്പര്യമില്ല. മീൻസ് നമ്മൾ രണ്ടിലൊന്നും നടക്കോ ഇല്ലേന്നറിയാതെ ഒരു ലവ് ടോക്കിന് എനിക്ക് താല്പര്യമില്ല. ഞാൻ നാട്ടിൽ വന്നിട്ട് തന്നെ കണ്ടിട്ട് നമുക്ക് രണ്ടിലൊന്ന് തീരുമാനിക്കാം. അവിടുന്ന് ഞാൻ എനിക്ക് ഒരു ഉറപ്പ് തരാം, ഇഫ് ഓക്കെ ആണെങ്കിൽ. അതുവരെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ലൈക്ക് എന്താ പറയാ, ഒരു വർക്ക് ആവോ ഇല്ലെന്ന് അറിയണമല്ലോ. അപ്പൊ ജസ്റ്റ് ഈ ഇത് മനസ്സിൽ വെച്ചാൽ മതി. നമുക്ക് അങ്ങനത്തെ സംസാരമൊന്നും വേണ്ട. പിന്നെ നമുക്ക് ഒരു വൈബ് ചെക്ക് ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ പിന്നീടാണ് നമ്മളിത് സീരിയസ് ആയിട്ട് ഇങ്ങനെ ആലോചിച്ച് തുടങ്ങിയത്. ഞാനിട്ടോ ഞാൻ അവളോട് ഓപ്പൺ ആയിട്ട് പറഞ്ഞു, എനിക്കിങ്ങനെ എന്താ പറയാ, നമ്മളിങ്ങനെ വെറുതെ ഒരാളെ വിളിച്ചിട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് 2 മാസം കഴിയുമ്പോൾ ആളെ മാറ്റുക, അതിന് എനിക്ക് താല്പര്യമില്ല. ആ ഒരു സംഭവമേ എനിക്കിഷ്ടമല്ല. അപ്പം ഞാനത് അവളോട് ഓപ്പൺ ആയിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞ് നമ്മൾ നാട്ടിൽ വന്നിട്ട് ഒന്ന് കാണാം, കണ്ടിട്ട് ഓക്കെ ആവുകയാണെങ്കിൽ അതുവരെ നമുക്കൊന്ന് ഇങ്ങനെ സംസാരിച്ച് ഇതേ വൈബ് കീപ്പ് ചെയ്ത് നോക്കാം. അപ്പോൾ രണ്ടാൾക്കും പരസ്പരം മനസ്സിലാവുമല്ലോ. എന്നിട്ട് നമുക്കൊരു ഡിസിഷൻ എടുത്തിട്ട് കാരണം എനിക്കൊരു ടെൻഷൻ, ഞാൻ ഇനി സംസാരിച്ച് കഴിഞ്ഞാൽ ഇവള് ഭയങ്കര സീരിയസ് റിലേഷൻസ് പോയിട്ട് പിന്നെ ഞാൻ എടി അതൊക്കെ പോസിബിൾ ആവുമെന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ അവൾക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവരുത് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഓപ്പൺ ആയിട്ട് അവിടെ തന്നെ പറഞ്ഞത്. നമുക്ക് കണ്ടിട്ട് ഇതാക്കാം. പിന്നെ അങ്ങനെ എന്താ പറയാ, പിന്നെ സംസാരിച്ച് പിന്നെ അത്
വർക്കായി അല്ലേ? അതായത് നമ്മൾ ഓക്കെ ആയി എല്ലാ കാര്യങ്ങളും. എനിക്ക് എന്റെ എല്ലാ കാര്യങ്ങളും വന്ന് പറയാൻ പറ്റിയ ഒരാള്, ഓനും അതേപോലെ എല്ലാ കാര്യങ്ങളും വന്ന് പറയാൻ പറ്റിയ ആ ഒരു വൈബ് ഓക്കെ ആയി. വൈബ് ഫസ്റ്റേ ഓക്കെയാണ്, പക്ഷെ ഈ ഒരു തരത്തിലേക്കും അത് ഓക്കെ ആയി. പിന്നെ അത് ജസ്റ്റ് നോക്കി, പിന്നീട് എന്താ പറയാ ഭയങ്കര ആ ഒരു ലവേഴ്സ് ആണ്, പക്ഷെ അത് ഭയങ്കരമായിട്ട് ക്ലോസ് ആയി. ഭയങ്കര ക്ലോസ് ആയിട്ട് ലവേഴ്സ് ആണോ ആണ്, പക്ഷെ അല്ലേ ഇത് ഇവക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഇങ്ങനെ പറഞ്ഞാണല്ലോ നേരിട്ട് വന്നിട്ട് കണ്ടിട്ട് പറയാന്ന്. അപ്പൊ ഓൾ അതിനെ പറ്റി പിന്നെ ചോദിച്ചിട്ടില്ല. കാരണം ഞാനാണെങ്കിൽ ഞാനും അങ്ങനെ പറഞ്ഞാണല്ലോ, അപ്പൊ അതുകൊണ്ട് ഞാനും പറഞ്ഞിട്ടില്ല. പക്ഷെ മനസ്സിൽ ഓക്കെ എന്നുള്ള സംഭവം ഉണ്ടായിരുന്നു. പിന്നീട് ഒരു ദിവസം നാട്ടിൽ വന്നിട്ട് ഇവളെ കണ്ട് ഫസ്റ്റ് കാണുമ്പോ തന്നെ എനിക്ക് 100% ഉറപ്പായി. ലൈക്ക് ഞാൻ ഓൾറെഡി ആ കാണുന്ന മൊമെന്റ് പറ. അതന്നെ ഞാൻ ഇവളെ ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്തു, അങ്ങനല്ല, ഞാനിങ്ങനെ കൊടുവള്ളി വിളിച്ച്, അപ്പൊ ഇവൻ വന്നേ, അപ്പൊ ചോപ്പ് കാറാ, ഇവന്റെ ചോപ്പ് കാറാണല്ലോ. അപ്പൊ 1-2 കാറുണ്ട്. അപ്പൊ പഠിച്ചോനെ ഇതാ കൺഫ്യൂഷൻ അല്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ഫോൺ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ കോൾ ചെയ്ത്, ഇതാണെങ്കിൽ കാറിലെ ഉള്ളിലേക്ക് കാണുന്നില്ല. അപ്പൊ എനിക്ക് ശരിക്കും അറിയില്ലല്ലോ. അപ്പം ഞാൻ വിളിച്ചിട്ട് അപ്പൊ ഞാൻ ഇവളെ കണ്ടുട്ടോ. അതായത് ഇവളെ അവിടെ നിൽക്കണ ഞാൻ കണ്ടു. ഇവക്ക് 2-3 വണ്ടി ഇവക്ക് ഇങ്ങനെ ഒളുങ്ങ് കൺഫ്യൂസ്ഡ് ആയിട്ട് നോക്കിക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ ചെന്ന് നിർത്തി. ഞാൻ ഇവളെ കണ്ട സെക്കൻഡിൽ തന്നെ എനിക്ക് 100% മനസ്സിലായി ഞാൻ ഓൾറെഡി ലവിലാണ്. അതായത് ഞാൻ അപ്പോഴാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത്. കാരണം ഭയങ്കര എന്താ പറയാ, നമുക്ക് അറിയാലോ, നമുക്ക് ഇഷ്ടപ്പെടുന്ന ആളെ കാണുമ്പോ ഭയങ്കര അത്രയും ഭംഗിയായിട്ട് കോമഡി. ഈ അവിടെ പോയി, അതായത് അത് റോഡിലായിരുന്നു. അപ്പൊ റോഡ് സൈഡിലേക്ക് ആക്കി വണ്ടി നിർത്തി. അപ്പൊ ഞാൻ ഇങ്ങനെ നടന്നു വരികയാണ്. നടന്നു വരുമ്പോ ഡോറൊക്കെ ഇങ്ങനെ തുറന്നിട്ട് വെച്ചിരിക്കുന്നത്. ഞാന് ഡോർ തുറന്നു കൊടുത്ത് ഞാൻ കേറിയിരിക്കുമ്പോണ്ട് മറ്റേ നിലാവ് ഉച്ചമാതിരി മുഖം ഇങ്ങനെ ചിറിച്ചുണ്ട്. പക്ഷെ ആള് നിലാവെന്നല്ലായിരുന്നു, ഒരു 10-12 നിലാവ്. എന്നിട്ട് എന്താ പറയാ, ഓള് കേറിയിരുന്ന് ഇന്നെ നോക്കണില്ല, ഭയങ്കര പറഞ്ഞു. ഞാൻ ഇങ്ങനെ നേരെ ഇവിടെ എന്തോ ഭയങ്കര എന്താ പറയാ ഇങ്ങനെയൊക്കെ നോക്കണം. പോയി വണ്ടി എടുത്ത് പോയി. ഞാൻ നിങ്ങൾക്ക് അറിയില്ല, ഞാൻ അങ്ങനെ സംസാരിക്കും. ഞാൻ ഒരു സ്ട്രേഞ്ചർ ആണെങ്കിലും ഞാൻ 10 സെക്കൻഡ് കൊണ്ട് ഞാൻ കമ്പനി ആക്കുന്ന ആളാണ്. ഒന്നും മിണ്ടാൻ പറ്റില്ല. ഞാൻ അങ്ങനെ നോക്കും, ഓള് കുറച്ച് കഴിയുമ്പോൾ നോക്കി ചിരിക്കും. അങ്ങനെ ഒരു 1/2-3 മണിക്കൂർ കാറിലിരുന്ന് പിന്നെ സംസാരിച്ച്. ഞാൻ പിന്നെ എന്തായാലും നടക്കൂല, എല്ലാം ഇത് ഒഴിവാക്കിയിട്ട് സംസാരിക്കണം എന്നുള്ള രീതിയിൽ സംസാരിച്ച്. അപ്പൊ പിന്നെ എന്താ പറയാ, ഞാൻ ഓളോട് അപ്പം തന്നെ പറഞ്ഞു. നമ്മൾ അതിനെ കണ്ടപ്പോഴേക്കും, അതായത് കണ്ടിട്ടല്ല, നമ്മൾ അതിന്റെ മുമ്പുള്ള ആ സംസാരത്തിൽ തന്നെ നമുക്ക് ഓൾറെഡി ഇഷ്ടം തോന്നിക്കണം ആ പേഴ്സണോട്. പിന്നെ അയാളെ കാണുമ്പോൾ എന്റെ ഫ്രണ്ട് അതാ പറഞ്ഞു, ഷാറൂഖ്, ഈ ഓളെ പറ്റിയിട്ട് ഞാൻ ദുബായിൽ നിന്ന് ഓനോട് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പം ഓ എന്നോട് പറഞ്ഞു, ഈ ഓളെ പറ്റി പറയണ കേട്ടാൽ തന്നെ അറിയാം ഈ ഓൾറെഡി ഇഷ്ടത്തിലാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു എന്നാലും നോക്കണ്ടേ കാണണ്ട. അപ്പൊ അങ്ങനത്തെ ഒരു സാധനത്തിലാണ് ഞാൻ പോയിരുന്നത്. പിന്നീട് ഇവിടെ കണ്ടപ്പോൾ എനിക്ക് ഉറപ്പായി, എന്താ പറയുക, ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഉറപ്പായി ഞാൻ 100% ലവിലുള്ളത്. അപ്പൊ ഇവള് എന്നോട് പെരുമാറുന്ന രീതി കാണുമ്പോഴും ഒരു ശൈലിയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഓളും അതിൽ. അതുകൊണ്ട് പിന്നെ അതിനെ പറ്റിയിട്ട് കുറച്ച് സംസാരമൊന്നും ഉണ്ടായിട്ടില്ല പ്രത്യേകിച്ച്. കാരണം നമുക്ക് ഓൾറെഡി നമ്മളുടെ സംസാരം നോട്ടോ ഇതിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അവൾക്ക് ഉറപ്പ് കൊടുത്ത് നമുക്ക് വീട്ടിൽ സംസാരിക്കാം, ഇനി നമ്മൾ കാണുന്നത് നമ്മുടെ പെണ്ണ് കാണൽ അല്ലെങ്കിൽ ആ ഒരു രീതിയിലാവട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞ് വാക്ക് കൊടുത്ത് നൈസായിട്ട് ഓളെ വീടിൻ്റെ അവിടെ ആക്കി ഞാൻ പോന്നു. അങ്ങനെ കണ്ട് പിന്നെ ഞാൻ നേരെ ചെന്ന് താനോട് പറഞ്ഞു, ഇപ്പം അങ്ങനെ ഒരു സംഭവം ഉണ്ട്, ഒരു റിലേഷൻ ഉണ്ട്. റിലേഷൻ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയല്ല, ഈ ഇങ്ങനെ എന്താ പറയുക, ആ ഒരു രീതിയിൽ സംസാരിച്ചിട്ടുള്ളൂ. വീട്ടിൽ സംസാരിച്ചിട്ട് ഓക്കെ ആവണമെങ്കിൽ നമുക്ക് പ്രൊസീഡ് ചെയ്യാം, എനിക്ക് ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട്. ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ഉപ്പാനോടൊക്കെ ഒരാളെ പറ്റിയിട്ട് എനിക്ക് ഓക്കെ ആണെന്ന് പറഞ്ഞത്. എനിക്ക് ഓക്കെ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഓൾക്ക് ഓക്കെ ആയി. അതിന്റെ മുമ്പ് കുറെ കോമഡികൾ ഉണ്ടായിട്ടുണ്ടോ. അതായത് എന്റെ വീട്ടുകാർക്ക് അറിയില്ല, ഇവളുടെ വീട്ടുകാർക്ക് അറിയില്ല. ഇവൾക്ക് ഭയങ്കര ടെൻഷനും ഉണ്ട്. കാരണം എന്തായിരിക്കും റിസൾട്ട്. എന്റെ ഉമ്മക്കും ഇതിന്റെ മുമ്പ് ഞാൻ വീട്ടില് ഫുള്ള് പഠിക്കുക, മറ്റേ സിഗ്മകൾ. ഭയങ്കര പഠിപ്പിയാണ് കേട്ടോ, റിയൽ ലൈഫിലും ഭയങ്കര പഠിപ്പിയാണ്. അതിന്റെ ഇടയിൽ ഒരു കോമഡി ഉണ്ടായി. ഞാൻ അവളെ ഫോൺ വിളിച്ചപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇവളുടെ പോപ്പീസ് മോം എന്ന് പറഞ്ഞിട്ടാണ് ഇന്ത്യയിൽ ഇവളുടെ ഉമ്മാന്റെ ഫോൺ സേവ് ചെയ്തിരിക്കുന്നത്. ഇവളുടെ ഉമ്മാന്റെ ഫോണിലേക്കാണ് വിളിക്കല്ലേ. അപ്പം മോം എന്ന് എൻ്റെ ഉമ്മാന്റെ പേരും അതേപോലെ പോപ്പീസ് മോം എന്ന് പറഞ്ഞിട്ട് ഇവളുടെ പേരുമാണ് സേവ് ചെയ്തിരിക്കുന്നത്, ഇവളുടെ ഉമ്മാന്റെ പേരും. അപ്പോൾ ഞാൻ ഇവളുടെ ഉമ്മാന്റെ ഫോണിലേക്കാണ് വിളിക്കല്. ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഉമ്മാക്ക് എന്തോ കാര്യത്തിന് അർജന്റായിട്ട് വിളിക്കാനുണ്ടായിരുന്നു. ഞാൻ ആ സമയത്ത് വിളിച്ചപ്പോൾ ഓൾഡ് ഉമ്മ എടുത്ത്, ഈ എന്റെ ഉമ്മാന്റെ ഫോണിൽ എന്താ സേവ് ചെയ്തിരിക്കുന്നത്, നിതാന്ന് എന്തോ നിതാന്ന് എന്തായാലും സേവ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഉമ്മാക്ക് വിളിച്ചപ്പോ ഓളുടെ ഉമ്മാക്ക പോയത്.
ഞാൻ എടുത്തപ്പോ തന്നെ ഹലോ എന്ന് കേട്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി അല്ലോ ഇതെന്താ ആരാ നോക്കുമ്പോ ഓളുടെ ഉമ്മാക്കാണ് പോയിക്കണത്. അപ്പൊ ഇവള് ക്ലാസ്സിന് പോയിക്കണത്. ഞാൻ കാരണം എന്റെ ഉമ്മാക്ക് വിളിച്ചാണ്. സാധാരണ ഞങ്ങൾക്ക് ഒരു ടൈം ഷെഡ്യൂൾ ഉണ്ട്, അതിൽ വിളിക്കുമ്പോഴേ ഇവള് എടുക്കലുള്ളൂ, അല്ലെങ്കിൽ ഓള് മെസ്സേജ് അയക്കും ഫോണിന്റെ അടുത്ത് കിട്ടിയിട്ടോ അപ്പൊ ഞാൻ വിളിക്കും. അത് മാറിയിട്ട് ഞാൻ വിളിച്ചപ്പോ അല്ലോളം എടുത്തു. ഞാൻ എന്താ കേട്ടെന്ന് എഴുതിയിട്ട് എന്ത് ചെയ്തെന്ന് അറിയാം പറഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്തു. പിന്നെ എനിക്ക് ടെൻഷനായി, കാരണം ഇവള് വരുമ്പോ എന്തായാലും താരത്ത് ഇതാണെന്നൊക്കെ ചോദിക്കും. ഇവളുടെ അമ്മ പ്രത്യേകിച്ച് ചോദിക്കും, കാരണം ഇവളമ്മമാരുടെ അടുത്ത് ഒരു ഉടായ്പ നടക്കൂല. അതിലെന്ത് ചെയ്തു, ഞാൻ എന്ത് ചെയ്തു, അങ്ങനെ ആലോചിച്ചിട്ട് ഞാൻ തിരിച്ചു വിളിച്ചു. ഹലോ. അപ്പൊ എനിക്കറിയാം ഇവള് എന്റെ പേര് നിത എന്ന് പറഞ്ഞിട്ടുള്ള നമ്പറിലാണ് സേവ് ചെയ്തിരിക്കുന്നത്. ഞാൻ വിളിച്ചു, ഹലോ ഫെബിന്റെ അമ്മയല്ലേ? അതെ ഫെബിന്റെ അമ്മയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ നിതന്റെ ഇക്കാക്കയാണ്. നിതന്റെ ഇക്കാക്കയാണ്. ഓള് ക്ലാസ് പോയതായിക്കോട്ടെ. ഞാൻ എന്റെ അമ്മക്ക് വിളിച്ചപ്പോ കൈയ്യട്ടിട്ട് ഓള് ഫെബിന്റെ അമ്മാന്റെ പേര് ഇങ്ങനെ സേവ് ചെയ്തിരിക്കുന്നത്. അപ്പൊ മോം സെർച്ച് ചെയ്തിട്ട് കോൾ ചെയ്തപ്പോ വന്നാട്ടമ്മ. അപ്പൊ ആയിക്കോട്ടെ മോനെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു അറിയാൻ പിന്നെ ഓക്കെ അല്ലേ, എന്തൊക്കെയാ വർത്താനം, സുഖമല്ലേ, അങ്ങോട്ടൊന്നും ഇറങ്ങാൻ പറ്റിയിട്ടില്ല, ഒരു ദിവസം വരണ്ട് ഇൻഷാല്ലാ എന്നൊക്കെ പറഞ്ഞിട്ട് ആയിക്കോട്ടെ നിങ്ങൾ വരികയും വിളിച്ചിട്ട് വരണേ, നമ്മൾ ഫുഡ് ഉണ്ടാക്കാന്നൊക്കെ പറഞ്ഞിട്ട് ആയിക്കോട്ടെ അസ്സലാമു അലൈക്കും എന്നിട്ട് ഞാൻ വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ എന്നോട് വന്ന് പറയാനേ, വൈകുന്നേരം ഇവള് ക്ലാസ്സിന് കഴിഞ്ഞ് വന്നേ. അപ്പൊ എന്നോട് പറയാന് ഈ നിത എന്റെ ഫ്രണ്ട് ഇല്ലേ നിത, ഓളക്കാക്ക് എന്ത് പാവ, എന്ത് നല്ലൊരു മോനാ അങ്ങനെ പറഞ്ഞ് അങ്ങനെ കുറെ കോമഡികൾ ഇതിന്റെ ഇടയ്ക്ക് ഉണ്ടായിരുന്നു. അതില് എന്ത് ചെയ്തു, ഞാന് അങ്ങനെ കഴിഞ്ഞ് പിന്നെന്താ പറയാ ഇവളുടെ ഇവളപ്പാന്റെ നമ്പർ തന്നു. ഞാൻ ഇപ്പാനെ കൊണ്ട് വിളിപ്പിച്ചു. അല്ല എന്റെ വീട്ടില് എന്റെ അനിയത്തി പറഞ്ഞതാ. മെസ്സേജ് എന്തോ ഇവളെ അയക്കണതോ, ഇവളുടെ അനിയത്തിക്ക് അറിയാൻ സംഭവങ്ങളൊക്കെ. അപ്പൊ ഇവളുടെ അനിയത്തി അറിയാതെ പറയേ അങ്ങനെ എന്തോ അങ്ങനെ പറഞ്ഞ് അവിടെ ചെറിയൊരു സീന്. അതായത് നമ്മള് കുറച്ച് ദൂരം ഉണ്ട്. പിന്നാണ് ഞാനാണ് പഠിക്കാൻ ആ ഒരു അത് മാത്രം എനിക്ക് മൈൻഡിൽ ഉണ്ടായിരുന്ന സമയം. ഇത് കേട്ടപ്പോ ഇവള് പഠിക്കാൻ ഭയങ്കര കോൺസെൻട്രേറ്റ് ആണ്, അതിന് ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫാമിലിയാണ് ഇവളത്. അപ്പൊ ഓൾക്ക് പെട്ടെന്ന് കേട്ടപ്പോ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്, ഇവരൊക്കെ പറ്റിക്കാണോ അങ്ങനത്തെ രീതിയിൽ നോർമലി എല്ലാ പാരന്റ്സും ചിന്തിക്കണ പോലെ തന്നെ അത് നമുക്ക് മനസ്സിലാവും. അപ്പൊ ഞാൻ പറഞ്ഞു എടി അങ്ങനെ തന്നെ ചിന്തിക്കുള്ളൂ, അവരെ കുറ്റം പറയേണ്ട കാര്യം. അപ്പൊ അങ്ങനെ പറഞ്ഞ് പിന്നെ അതേപോലെ എന്താ ഇവർക്കുള്ള ഒരു വേറെ പ്രശ്നമുണ്ട്. ഇവളുടെ ഉമ്മയൊക്കെ നമ്മളുടെ വീഡിയോ അതിന്റെ മുമ്പേ കാണും കേട്ടോ. ഇവളമ്മക്കൊക്കെ നമ്മൾ ഓൾറെഡി അറിയാം. അപ്പൊ ഇവൾക്ക് ഈ സുഹൈല് ഇന്നെ എല്ലാവർക്കും അറിയാം, ഞാൻ ഭയങ്കര ഒരു കുറച്ച് ഫെയിം ആയിട്ടുള്ള ആളാണ്. അപ്പൊ ഇതൊരു തമാശയായിട്ട് എല്ലാ ഗേൾസിന്റെ അടുത്ത് ഇതുപോലെയാണോ? എന്നോട് എന്റെ ഫ്രണ്ട്സ് ഒക്കെ എന്നോട് പറഞ്ഞിരുന്നു, അതായത് എടി ഓനൊരു ഇൻഫ്ലുവൻസർ ആണ്, അപ്പം നമുക്ക് എങ്ങനെയാന്ന് അറിയില്ല. ഇതുപോലെ കുറെ ആളുകൾ ഉണ്ടാവും, കോമൺ ആയിട്ട് ഒരാൾ ചിന്തിക്കണത്. അതായത് ഇപ്പൊ ഞാനൊരാൾ ഇഷ്ടം ഉണ്ടാവും പറയുമ്പോൾ ചിലപ്പോ 10,000 ആൾക്കാരോട് ഇതേപോലെ പറയണ്ടാവും എന്നുള്ളൊരു ചിന്ത ഒരു നോർമൽ പാരന്റ്സ് അങ്ങനെ തന്നെ ചിന്തിക്കുള്ളൂ. ഓല് എന്നോട് പറഞ്ഞ് സീരിയസ് ആണോ ഇല്ലേ സംസാരിച്ച്. അപ്പം ഇവളുടെ ഉമ്മ പറഞ്ഞു എനിക്ക് അവനോടൊന്ന് സംസാരിക്കണം. അപ്പോഴേക്കും ഞാൻ തിരിച്ചെത്തിക്കണം. അതായത് ഇവളെ കണ്ട് ഒരു 10 ദിവസത്തിനുള്ളിൽ ഞാൻ തിരിച്ചു പോയി. ഞാൻ അവിടെ എത്തിക്കണ്. അവിടുന്ന് ഇവിടെ എനിക്ക് മെസ്സേജ് ഉമ്മ അങ്ങനെ വിളിക്കാൻ പറഞ്ഞിരിക്കണം പറഞ്ഞിട്ട് വിളിച്ചത് ഉമ്മ ഭയങ്കര ദേഷ്യം, എന്താ പറയാ കൊറേ ഇങ്ങോട്ട് പറയാണ്ട് പറഞ്ഞിങ്ങോട്ട് തീർക്കണം, അതായത് ഇന്നങ്ങോട്ട് ചവിട്ടി അരച്ച് ഇതാക്കും, ആ ദേഷ്യം മുഴുവൻ തീർക്കണം എന്നൊക്കെയുള്ള രീതിയിലാണ്. ഫസ്റ്റ് ഇങ്ങനെ ഫോൺ എടുത്ത് ഹലോ ഉമ്മ അതില്ല ഫ്ലാറ്റ് ഞാൻ പറഞ്ഞു ഹലോ ഉമ്മ അസ്സലാമു അലൈക്കും. ഞാൻ ഇങ്ങനെ ഉമ്മക്ക് സംസാരിക്കാൻ അധികം സമയം കൊടുക്കാതെ ഞാൻ എന്ത് ചെയ്തു അങ്ങനെ സെറ്റാക്കി. അതിൽ ഏതാ ഡയലോഗ് ഉമ്മ ചോദിച്ച് മോനെ എത്ര ദൂരല്ലേ, അപ്പൊ എങ്ങനെ ഈ എനിക്കൊന്ന് ഓളെ കാണണമെന്ന് വിചാരിച്ച് ഞാൻ എങ്ങനെ ചെയ്യാ, എനിക്ക് ഇത്ര ദൂരം പോകാനല്ല. അപ്പം എന്തിനമ്മ വിഷമിക്കുന്നത്, ഞാൻ ഹെലികോപ്റ്ററില്ലേ, ഞാൻ അതിലോളെ കൊണ്ടുപോയി അവിടെ ഇറക്കാം. അതായത് നിങ്ങൾക്ക് കാണണമെന്ന് പറയുമ്പോ പിറ്റേന്ന് രാവിലെ ഓൾ അവിടെ ഉണ്ടാവും, അങ്ങനെ ദൂരമൊന്നും പ്രശ്നമില്ല. പിന്നെ ഇതിലൊക്കെ വീണ് ഞാൻ പിന്നെ അതല്ല, ഞാൻ ഭയങ്കര സപ്പോർട്ടീവായിട്ട് സംസാരിച്ചത്. അതായത് നിങ്ങളെ ഇപ്പത്തെ സംഭവം എനിക്ക് കറക്റ്റ് മനസ്സിലാവും, ഞാൻ എന്റെ ഇപ്പൊക്കെ ഉള്ളതല്ലേ, ഓളുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് കറക്റ്റ് ആണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾക്കൊരു ഭയങ്കര ഡൗട്ട് ഉണ്ടാവും, ഞാൻ എന്നുള്ള ഒരാള് ഇത് സീരിയസ് ഒരു റിലേഷൻ ആണോ, എനിക്ക് ഇങ്ങനെ കുറെ സംഭവങ്ങൾ കുറെ മെസ്സേജ് അയക്കണല്ലേ പെൺകുട്ടികളൊക്കെ ഉണ്ടാവും, അങ്ങനത്തെ സംഭവങ്ങൾ. പിന്നെ അല്ല അനക്ക് ഇവിടെ കിട്ടിയില്ലോ ഇത്രയും ദൂരം, ഇവിടെ ഉള്ള ആടെ നിലമ്പൂര് വേറെ പെൺകുട്ടികൾ ആരും ഇല്ലേ, ഉമ്മ എങ്ങനെയെങ്കിലും അതൊന്ന് ഒഴിവായിക്കോട്ടെ എന്നുള്ള രീതിക്ക് അങ്ങനെ ചോദിച്ചു. അത് ഉമ്മക്ക് പിന്നെ കറക്റ്റ് ആയിട്ട് അറിയില്ല, ആ വീഡിയോ. അതാണ് വീഡിയോയില് ഞാൻ, അതായത് ഒന്നാമത് ഞാൻ ഈ ടിക്ടോക്കിലും അല്ലെങ്കിൽ മറ്റേ റീൽസിലും കൂടുതൽ ചെയ്തിരിക്കണ കോഴി വീഡിയോസ് കണ്ടന്റ്. അപ്പൊ എല്ലാവരും ചിലപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ പേഴ്സണൽ ലൈഫിലും അങ്ങനെയാണെന്നുള്ളൊരു സംഭവം. തമാശക്ക് നമ്മൾ പറയും, സംസാരിക്കുമ്പോ ഇങ്ങനെ നമ്മളിങ്ങനെ കമന്റ് അടിക്കുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് എന്നല്ലാണ്ട് നമ്മൾ കോമഡി അല്ല, വേറെ കോമഡി ഉണ്ട് കേട്ടോ. അതില്
ഇവളുടെ പഠിത്തം കൊളാവും ഇങ്ങനെ റിലേഷൻ ഉണ്ടായെന്നാണ് ഓളുടെ ഫസ്റ്റ് കൺസേൺ. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങള് കോളിങ്ങും കാര്യങ്ങളും കൂടി കഴിഞ്ഞാൽ പഠിത്തം കുറയല്ലോ. ഞാൻ പറഞ്ഞു പിന്നെ ഇതെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് വിചാരിക്കണ്ട ഓളുടെ പഠിത്തത്തിന് അത് ബാധിക്കുന്ന രീതിക്ക് ഇത് പോവും, അതൊന്നും നിങ്ങൾ വിചാരിക്കണ്ട. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ പറയുമ്പോ ചിലപ്പോ നിങ്ങളോട് ഭയങ്കര ദേഷ്യം വരും, നിങ്ങൾ ഫോൺ ഓൾക്ക് കൊടുക്കും, ഞാൻ പറയാൻ എന്നിട്ട് ഓളമ്മ ഫോൺ കൊടുത്തു. ഞാൻ പറഞ്ഞു ബേബിയെ വേറെ എന്തൊക്കെ ആയാലും കുഴപ്പമില്ല, എങ്ങനെയായാലും ഇന്നെ വിളിച്ചിരിക്കണം, പഠിത്തം പോയാലും കുഴപ്പമില്ല. ഞാൻ എന്നിട്ട് എന്നോട് ചൂടാവുകയാണല്ലോ, അങ്ങനെയാണല്ലോ അമ്മ വിചാരിക്കുന്നത്. അപ്പൊ ഞാൻ എന്തത് ഇങ്ങനെ തലതാത്തി ഇങ്ങനെ ഞാൻ എന്നോട് പറഞ്ഞു ഞാൻ ഇതൊന്നും പറയണ്ട, കാരണം ഞാൻ എന്നോട് ഉപദേശിക്കണ പോലെ കണ്ടോട്ടെ അമ്മ. സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ഡീലാക്കിക്കണ്. പിന്നെ ഈ ഒരു ഫ്രീ ആകുമ്പോ ഇന്ന് എന്തായാലും മെസ്സേജ് ചെയ്യണം, ടെക്സ്റ്റ് ചെയ്യണം, ഇതൊന്നും ഉമ്മ പറയണ കേട്ടിട്ട് കോൾ ചെയ്യാണ്ടിരുന്ന് ഇരിക്കണ്ട, പിന്നെ പഠിക്കും വേണം എന്ന് പറഞ്ഞിട്ട് ഫോൺ കൊടുക്കുക. ഫോൺ കൊടുത്തു. എന്നിട്ട് ഇവള് ഒരു സങ്കടം മുഖം. അപ്പൊ ഇവളമ്മ സുഹേലിന്റെ നല്ലോണം കിട്ടിയില്ലേ, ഞാനും ഉമ്മ ടീം ഫുള്ള്. എന്നിട്ട് ആ രീതിയിൽ സംസാരിച്ച് അത് ഡീലാക്കി. എന്നിട്ട് ഇപ്പോൾ എന്നോട് മെസ്സേജ് അയക്കാം, മോനെ ഉമ്മ അത്രയും ദേഷ്യത്തിലായിരുന്നു ഈജ് സംസാരിച്ച് എന്തൊക്കെ പറഞ്ഞു തന്നതാ. അപ്പൊ അങ്ങനെ രീതിയിൽ സംസാരിച്ച് എല്ലാ കാര്യങ്ങളും ഓക്കെ ആയി. കാരണം നമുക്കൊരു പാരന്റിന്റെ കറക്റ്റ് കാര്യങ്ങൾ എങ്ങനെയായിരിക്കും ചിന്തിക്കുക, കാര്യങ്ങൾ അറിയാലോ. അപ്പൊ നമ്മള് ഒരിക്കലും പറ്റിക്കാനല്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റി. നേരെ മറിച്ച് വേറെ എന്തെങ്കിലും ഒരു ഉടായ്പാണെന്നുണ്ടെങ്കിൽ ഞാൻ വിളിക്കാനേ നിൽക്കൂല, എനിക്ക് വിളിക്കണ്ടെന്നിട്ട് ഞാൻ ഒഴിവാകും, അങ്ങനെയാണ് ഉണ്ടാവുക. പിന്നെ അതേപോലെ ഉപ്പ അടുത്തത് ഇവളുടെ ഉപ്പ സൗദിന്ന് ഞാനാണ് അപ്പൊ ഇവളുടെ ഉപ്പ മെസ്സേജ് അയച്ച് എനിക്ക് വാട്സപ്പിൽ വോയിസ് അയച്ച് നമ്പർ അയച്ചെന്ന് എനിക്ക് വിളിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാന് അതേപോലെ വിളിച്ചു. അപ്പൊ പറഞ്ഞു നിക്കാഹ് കാര്യങ്ങളൊന്നും ഇപ്പൊ നടക്കില്ല. ആദ്യമൊക്കെ വിളിച്ചപ്പോ ഉപ്പ എന്ത് ചെയ്ത് ഭയങ്കര വോയിസ് ഒക്കെ ഭയങ്കര ഇതാക്കി, പിന്നെ ഹലോ എന്താണ് രൗദ്രം വെക്കാൻ നേരത്തെ മോനെ ആയിക്കോട്ടെ. ഞാൻ പറഞ്ഞ് ഉപ്പാനെ വിളിച്ചപ്പോ പറഞ്ഞ് ഞങ്ങളുടെ പറഞ്ഞ് നിക്കാഹൊന്നും നടത്തിയിട്ടില്ല. അതായത് ആദ്യം വിളിക്കണത് എന്റെ ഉപ്പ കേട്ടോ. എന്റെ ഉപ്പ ഇവിടുന്ന് ഓളുടെ ഉപ്പാനെ വിളിച്ചു സൗദിക്ക്. അപ്പൊ വിളിച്ചപ്പോ ഓൾക്ക് ഒരു പ്രപ്പോസൽ രീതിയിൽ നമ്മള് ഇതായതാണ്. അപ്പൊ ഇങ്ങനെ ഡയറക്റ്റ് നമ്മൾക്ക് വേറെ ചുറ്റിക്കളിക്കൊന്നും താല്പര്യമില്ലായിരുന്നു. നമ്മൾ പുറത്തുനിന്ന് അങ്ങനെ കാണുക, ആ ഒറ്റ കാണൽ കണ്ടിട്ടുള്ളൂ. അത് കാണണല്ലോ, കണ്ടിട്ട് ഓക്കെ ആവണമെങ്കിലല്ലോ പരിപാടി. കണ്ട് ഓക്കെ ആയി ഞാൻ ഉപ്പാനക്ക് നമ്പർ കൊടുത്ത് ഇപ്പൊ വിളിച്ചു. അപ്പോൾ ഓല് പറഞ്ഞു ഇങ്ങനെ നിക്കാഹും കാര്യങ്ങളൊന്നും നടക്കൂലടാ, അല്ലെങ്കിൽ എന്താ പറയാ ഇപ്പൊ തന്നെ നടക്കൂല, കാരണം ഓള് പഠിക്കാണ്, ഓള് പഠിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എന്നൊക്കെയുള്ള രീതിയിൽ ഒരു എന്താ പറയാ പെട്ടെന്ന് കേട്ടിന്റെ ഒരു ഷോക്കില് അങ്ങനത്തെ ഒരു റിപ്ലൈ ആണ് ഉപ്പാനോട് പറഞ്ഞത്. അപ്പൊ ഇപ്പൊ പറഞ്ഞു നടക്കും തോന്നുന്നില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. അതിലാണ് പിന്നെ ഇവള് പ്രഷർ ചെയ്തിട്ട് ഓളുടെ ഉമ്മ എന്നെ വിളിക്കാൻ പറയണത്. ഉമ്മാനെ വിളിച്ച് ഓക്കെ ആക്കി. അത് കഴിഞ്ഞ് ഓളപ്പ വിളിച്ചു, ഉപ്പാനെ ഞാൻ വിളിച്ചു. ഉപ്പാനെ വിളിച്ചപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്താ പറയാ ഇങ്ങനെ നടക്കൂലടാ, നിക്കാഹ് കാര്യങ്ങളൊന്നും നടക്കൂല, എന്താ പറയാ ഓള് പഠിക്കണം, ഓള് പഠിത്തത്തിലുള്ള കോൺസെൻട്രേഷൻ പോകും, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഈ സാധനം തന്നെ ഞാൻ അങ്ങോട്ട് അടിച്ചു. ലൈക്ക് എനിക്കറിയാം നിങ്ങൾ പറയുന്നത് മനസ്സിലാവും. ഒരിക്കലും ഞാനൊരു ഇതാണ് എന്താ പറയാ ഒരു ഓളുടെ പഠിത്തത്തിൽ അല്ലെങ്കിൽ ഒരു തമാശ രീതിക്കല്ല ഞാൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു ഡയറക്റ്റ് പോയിട്ട് എൻ്റെ ഉപ്പാനോട് പറയില്ല, നിങ്ങൾ ഫസ്റ്റ് വിളിച്ചിരിക്കുന്നത് എൻ്റെ ഉപ്പയാണ്, അപ്പൊ നിങ്ങൾ എന്താ പറയാ ഇങ്ങനെ എനിക്ക് നിങ്ങൾ ഓളോട് വെറുതെ ഫ്ലേർട്ട് ചെയ്ത് നടക്കാനാണെങ്കിൽ ഉപ്പാനോടൊന്നും ഫാമിലിനോടും നമ്മൾ ഒരിക്കലും ഡിസ്കസ് ചെയ്യൂലല്ലോ. അപ്പൊ നമുക്കൊരു പ്രപ്പോസൽ താല്പര്യമാണ്, ഓൾ പഠിത്തം കഴിയട്ടെ, അതുവരെ ഞാൻ വെയിറ്റ് ചെയ്യാം, പിന്നെന്താ പറയാ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ മൂപ്പര് പറഞ്ഞു, മൂപ്പരൊന്ന് അയഞ്ഞു. മൂപ്പര് പറഞ്ഞു നമുക്ക് അറിയില്ലല്ലോ നിങ്ങളിങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യണതാണ്, അപ്പം നിങ്ങളൊരു സീരിയസ് ആയിട്ടാണോ എന്ന് അറിയില്ലല്ലോ, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു. അതിൽ ഞാൻ പറഞ്ഞു അങ്ങനെ എന്നിട്ട് ഓക്കെ ആക്കി. വളരെ പെട്ടെന്നായിരുന്നു എല്ലാം. പിന്നെ അവസാനം ചോദിക്കാൻ തുടങ്ങി എവിടെ അങ്ങനെ ദുബായിൽ അങ്ങനെ ചൂടുണ്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു ഞങ്ങൾ ഫുള്ള് പ്രവാസി വൈബ്. ഞാൻ പറഞ്ഞു ഇവിടെ ചൂട് കുറവാണ്, അവിടെ എങ്ങനെ ഉണ്ട്, ഇവിടെ നല്ല ചൂടാടാ അങ്ങനെ. അപ്പൊ ഞാൻ പറഞ്ഞു വണ്ടി പോകുമ്പോ ശ്രദ്ധിക്കണം, ഫുള്ള് കെയറൊക്കെ ആയി അങ്ങനെ കിട്ടും. അതായത് ഒരു ഇപ്പിയും മോനും എന്നുള്ള രീതിയിൽ തന്നെ ആയി. പിന്നെ നമ്മുടെ ഫാമിലി പോലെ തന്നെയാണ് ഓരോ ഫാമിലിയിലും ആ ഒരു എന്താ പറയാ ഒരു ഇതില്ല, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം കാര്യങ്ങൾ പറയാൻ പറ്റിയൊരു സ്പേസ് ഉണ്ട്. അപ്പം അങ്ങനെ പിന്നെ പെട്ടെന്നായിരുന്നു. പിന്നെ ഞാനിപ്പാനോട് ഇവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഓല് എൻ്റെ ഉപ്പയും പിന്നെയും വിളിച്ചു, അങ്ങനെ സംസാരിച്ച് ഓല് ലീവിന് വന്നു, ഞാനും ആ സമയത്ത് ലീവിന് വന്നു. എൻഗേജ്മെന്റ് പെണ്ണ് കാണലിന് പോയി. അപ്പൊ ഞാൻ ഇവിടെ ആദ്യമായിട്ട് കാണുന്ന പോലെ സംസാരിച്ചു, കാരണം ഞങ്ങൾ ഓൾറെഡി കണ്ട് സംസാരിച്ചു. പിന്നെ അത് വീട്ടുകാർക്ക് അങ്ങനെ അറിയില്ല. ഞങ്ങൾ ഇങ്ങനെ പെണ്ണ് കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് ഞാൻ ഫുള്ളും ഷൈയൊക്കെ എങ്ങനെ ഫോളോട് വർത്താനം പറയാം, ആദ്യമായിട്ട് കാണുന്ന പോലെ. പിന്നെ ഓളെ അമ്മ കൂടി ചോദിച്ചു കുറച്ചേരം മണി വർത്താനം പറഞ്ഞോ. ഞാൻ പറഞ്ഞ നിർബന്ധിച്ചിട്ട് ആയിക്കോട്ടെ. എന്നിട്ട് അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് കാര്യങ്ങളൊക്കെ സെറ്റായി.
പിന്നെ എന്താ പറയാ, അവരുടെ ഫാമിലി ആണെങ്കിലും ഓളുടെ ഫാമിലി ആണെങ്കിലും എൻ്റെ ഫാമിലി ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവ് ആയതുകൊണ്ട് വേറെ ജാതി സാധാരണ ഒരു ലവ് റിലേഷൻ കല്യാണത്തിലേക്ക് വരുന്നതായിട്ടുള്ള ഒരു പ്രശ്നങ്ങളോ ഉണ്ടായിട്ടില്ല. ജസ്റ്റ് ഒരു 1 വീക്കിൻ്റെ ഉള്ളിൽ ഓൾ സെറ്റ് ആയി. ഇവള് വീട്ടിൽ പറഞ്ഞ് ഒരു വീക്കിൻ്റെ ഉള്ളിൽ നമ്മുടെ എൻഗേജ്മെന്റ് വരെ സെറ്റായി എന്നുള്ളതാണ്. അതായത് ഓൾമോസ്റ്റ് ഇങ്ങനെ ചെയ്യാം, നിങ്ങൾ നാട്ടിൽ വരുമ്പോൾ ഇങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. അധികം ടെൻഷൻ അടിക്കേണ്ട കാര്യങ്ങളോ നമുക്ക് ഉണ്ടായിട്ടില്ല. കാരണം ഇവര് ഭയങ്കര റിബലല്ലേ, ഇനി മക്കളുടെ കാര്യങ്ങളിൽ ഓളുടെ ഇഷ്ടം കൂടി നോക്കുക എന്നുള്ളൊരു സംഭവം നോക്കുന്ന 2 പാരൻസ് ആണ്. എൻ്റെ പാരൻസ് ആണെങ്കിലും ഇവളുടെ പാരൻസ് ആണെങ്കിലും അതിനോട് ഭയങ്കര സപ്പോർട്ടീവ് ആയതുകൊണ്ട് അൽഹംദുലില്ലാ എല്ലാ കാര്യങ്ങളും ഒരു പരിധി വരെ സെറ്റായി. പിന്നെ ആ പെണ്ണ് കണ്ട് ഈ തിരിച്ച് ദുബായി പോയില്ലേ, അപ്പഴാണ് ശരിക്കും ലവ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതെ അതെ, അതിന് ശേഷമാണ് ശരിക്കും നമ്മൾ അങ്ങനത്തെ സംസാരങ്ങൾ നമ്മൾ ഫോൺ കോളിലാണെങ്കിലും ഇതാണെങ്കിലും എന്താണ് മിസ് ചെയ്യുന്നു അങ്ങനത്തെ സാധനം. അതെ, അതുവരെ നമ്മൾ ഇങ്ങനെ എന്താ പറയാ എവിടെ അങ്ങനത്തെ ഒരു സംസാരം. പിന്നെ അങ്ങോട്ട് ലവ് വൈബ് കെയറിങ്. നമുക്ക് ഒരൊറ്റ പാർട്ട്ണറാണെന്ന് തോന്നുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് കല്യാണത്തിന് വേണ്ടിയിട്ട് നമുക്ക് ആ പേഴ്സൺ നമ്മൾ ഒരിക്കലും വിട്ടുകളയില്ല. അപ്പം എനിക്കും അതേതായിരുന്നു, ബുക്ക് തരുന്നായിരുന്നു. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, വീട്ടിൽ പറയും കാര്യങ്ങളൊക്കെ സെറ്റാക്കി എല്ലാ പരിപാടികളും നടന്ന് ഇതായിരുന്നു നമ്മുടെ ലവ് സ്റ്റോറി. നമ്മുടെ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും ബാക്കിയുള്ളവരിൽ നിന്ന്. കാരണം നമ്മളിങ്ങനെ ഇഷ്ടപ്പെട്ട് ഇത്ര കൊല്ലം കാത്തിരുന്ന് അങ്ങനത്തെ ഒരു സംഭവമൊന്നുമല്ല. നമ്മൾ കണ്ട് നമ്മൾ ആ ഒരു ലെവലിലെത്തി പെട്ടെന്ന് പരിപാടികൾ കഴിഞ്ഞു. ഇപ്പോഴും പലർക്കും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം എന്റെ ഫ്രണ്ട്സിനൊക്കെ ആണെങ്കിലും ഞാൻ സുഹൈൽ പോപ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറയാ അത്രയും ആരാധിക്കുന്ന അങ്ങനത്തെ ഒരു മനുഷ്യൻ പെട്ടെന്ന് കല്യാണം കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കാന്ന് കോമൺ അല്ലേ സംഭവം. നമ്മള് പോപ്പിബിളാണല്ലേ എന്നൊക്കെ പറഞ്ഞ രീതിയിൽ പോപ്പി എന്നുള്ളത് ഞാൻ ആദ്യം ഉണ്ടാക്കിയെടുത്തൊരു ക്യാരക്ടറായിരുന്നു. അതിന് ശേഷം നമ്മൾ അങ്ങനെ പറഞ്ഞതാണ് എന്ത്, പിന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ പോപ്പി ഇതാണ്, പിന്നെ ഇവളായി പോപ്പി അങ്ങനത്തെ രീതിയിൽ. ആദ്യം ഞാൻ ദുബായിൽ നിന്ന് ജസ്റ്റ് ഒരു ഇന്റർവ്യൂ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞതായിരുന്നു. അതിനുശേഷം പിന്നെ അങ്ങനെ ആയി സെറ്റായി അൽഹംദുലില്ലാ എല്ലാ കാര്യങ്ങളും. ഇതുവരെ ഞങ്ങൾക്കിടയിൽ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടില്ല, ഇനി അങ്ങനെ ഉണ്ടാവാതെ പോട്ടെ. ഇതുവരെ ഒന്നും അങ്ങോട്ടും ഒരു വർത്തമാനത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്നും ഇതുവരെ ഒരു ഇടണ്ടായിട്ടില്ല. കാരണം അത് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായതുകൊണ്ടാണ്. നമുക്കത് മാത്രം മതി. കാരണം ആ ട്രസ്റ്റും ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ നമുക്ക് ലൈഫ് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. പിന്നെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് വൈബ് എപ്പോഴും ഉണ്ടാവുക. ഇതിൽ എനിക്ക് കൂട്ടിച്ചേർക്കാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ ഇതാണ് നമ്മുടെ ലവ് സ്റ്റോറി കേട്ടോ. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാലോ, എൻഗേജ്മെന്റ് മുതൽ നമുക്ക് വീഡിയോസ് ഓൾറെഡി നിങ്ങളിൽ ഉണ്ട്. പിന്നെ ഇതിൽ കൂട്ടിച്ചേർക്കാനുള്ള കാര്യം, ഇവളിന്നെ പേരാണ് വിളിക്കുന്നത്. കുറെ ആളുകൾക്ക് വീഡിയോ കാണുമ്പോൾ അതൊരു ബുദ്ധിമുട്ട്. കാരണം ഓല് ഇക്കാന്ന് വിളിച്ചിട്ടും അങ്ങനെയൊക്കെ ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ഓളുടെ ഒരു വൈബിനൊത്തത് എത്താത്തത് കൊണ്ടായിരിക്കും മേ ബി. പക്ഷെ ഞാനതൊരു കുറ്റമായിട്ട് പറയല്ല. സംഭവം എനിക്ക് ഇഷ്ടം പിന്നീടാന്ന് വിളിക്കുന്നത്, എൻ്റെ പേര് വിളിക്കുന്നത്. ഈവൻ ഞാനിപ്പോൾ എൻ്റെ ഇക്കാക്കാൻ്റെ ആദിനോടാണെങ്കിലും ചെറിയ കുട്ടി ഷെൻസാ ഷിയാനോടൊക്കെ ആണെങ്കിലും എന്നോട് എൻ്റെ പേര് വിളിക്കണം എന്നാണ് ഞാൻ പറയാം. അപ്പം കാരണം എനിക്കതാണ് ഇഷ്ടം. ഇക്കാന്ന് വിളിക്കുമ്പോ ഇവിടെ വരൂ, ആ ഒരു വൈബാണ് എനിക്ക് വരിക. ഇവിടുന്നാണെങ്കിലും ഇപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും ഒക്കെ പറഞ്ഞേക്കണം. അവിടുന്നാണെങ്കിലും ഓൾഡ് ഉപ്പയും ഓൾഡ് ഉമ്മയൊക്കെ പറഞ്ഞേക്കണം റെസ്പെക്ട്. പക്ഷെ എനിക്ക് ഇവിടുന്ന് ഇതുവരെ ഒരു റെസ്പെക്ട് ഇല്ലായ്മ ഫീൽ ചെയ്തിട്ടില്ല. അത്രയും ഭയങ്കര റെസ്പെക്റ്റും. അതാണ് എനിക്ക് അന്നപ്പോ എന്താ പറയാ, അപ്പൊ എനിക്ക് ശരിക്കും ഭർത്താവിനോട് ഇവള് ഒന്നാമത് എന്നോട് ചോദിച്ചതാ ഫസ്റ്റ് നമ്മൾ ഈ ഒരു റിലേഷനിലേക്ക് കാണുന്ന സമയത്ത് എന്താ വിളിക്കാന്നൊക്കെ ചോദിച്ചതാ. ഞാൻ പറഞ്ഞു ഇതുവരെ എന്താ വിളിച്ചത് അതെന്നെ വിളിച്ചാൽ മതി. കാരണം എനിക്കതാണ് കംഫർട്ട്. എനിക്കൊരിക്കലും ഒരു വൈഫ് നീ അടുക്കള അങ്ങനത്തെ ഒരു രീതിയിലേക്ക് എനിക്ക് തീരെ താല്പര്യമില്ല. അതായത് നമ്മളുടെ നമുക്ക് എന്തും പറയാൻ പറ്റിയിട്ട് ആ ഒരു രീതിയിൽ തന്നെ. ഇത് ഇക്കാന്ന് വിളിച്ചാലും ഉണ്ടാവണ കുറെ കപ്പിൾസ് ഉണ്ട്. പക്ഷെ എനിക്ക് അതാണ് എനിക്ക് ഇഷ്ടം എന്താണ്, ഓളിന്നെ പേര് വിളിച്ചിട്ട് സംസാരിക്കുന്നതാണ്. അപ്പൊ എന്തായാലും എനിക്കൊരു ആ ഒരു അടുപ്പം ഫീൽ ചെയ്യുന്നുണ്ട്. മറ്റേതാകുമ്പോൾ എനിക്കൊരു ബുദ്ധിമുട്ട്. ബാക്കിയുള്ളവർക്ക് ചിലപ്പോൾ ഇതായിരിക്കാന്ന് വിളിക്കണമായിരിക്കും ഇഷ്ടം, ചിലവർക്ക് പേര് വിളിക്കണ ഇതേപോലത്തെ ആളുകളുണ്ടാവും. അപ്പോൾ അതൊക്കെ അവരുടെ പേഴ്സണൽ കാര്യങ്ങളാണ്. എനിക്ക് ഇതായതുകൊണ്ടാണ് ഓളിന്ന് അങ്ങനെ വിളിക്കുന്നത്, ഞാൻ നിർബന്ധിച്ചുകൊണ്ട് മാത്രം. അപ്പോൾ എൻ്റെ വീട്ടിൽ പിമ്മയൊക്കെ പറയും നിങ്ങളിങ്ങനെ വിളിക്കുന്നേക്കുമ്പോൾ ഒരു ഇതുണ്ട്. അപ്പോൾ ഞാൻ ഓരോട് പറയും എനിക്കതാണ് ഇഷ്ടം, അതുകൊണ്ടാണ്. അതൊക്കെ നമ്മൾ അങ്ങനെ സംസാരിച്ചു. അപ്പോൾ അതും ജസ്റ്റ് ഇതിലൊന്ന് ആഡ് ചെയ്തെന്നുള്ളൂ. അപ്പോൾ ഇത്ര ഉള്ളായിരുന്നു ഞങ്ങളുടെ ലവ് സ്റ്റോറി എന്ന് പറയുന്നത്. എനിക്കൊരു ആക്ട് ചെയ്തൊരു സ്ഥലത്ത് നിൽക്കുന്ന തീരെ താല്പര്യമില്ല, ഇഷ്ടമല്ല. ലൈക്ക് അത് ഭയങ്കര അൺകംഫർട്ടബിൾ ആവും. ഇപ്പോൾ ഞാൻ ഇവളുടെ കൂടെ ഭയങ്കര റിയലായിട്ട് നിൽക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. ഇപ്പോൾ നുണ പറയേണ്ട ആവശ്യമില്ല.
എന്തുണ്ടെങ്കിലും അത് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവും. ഓള് എനിക്കൊരു കാര്യം പറഞ്ഞാൽ ഞാനും അത് കേൾക്കാൻ റെഡിയാണ്. അപ്പം ഭയങ്കര വൈബായിട്ട് ഇത് പോകുന്നുണ്ട്. അൽഹംദുലില്ലാ. നിങ്ങൾ പ്രാർത്ഥനയിലേക്ക് ഉൾപ്പെടുത്തുക. അതേപോലെ എന്താ പറയുക, അടുത്തടുത്ത കിടിലൻ വീഡിയോസ് ലോഡിങ് ആണ്. ഇത് ഞാൻ ഇങ്ങനെ ഇരുന്ന് സംസാരിച്ചു എഴുതിയിട്ട് ഇത് കഴിഞ്ഞു എന്നല്ല അതിൻ്റെ അർത്ഥം. ഇതൊരു സ്റ്റാർട്ടിങ് ആണ്. അപ്പം ഇതിൽ ഒരുപാട് വീഡിയോസ് നമ്മുടെ ഫാമിലിൻ്റെ കൂടെ ഇതുണ്ട്. ഇത് ചെയ്യാൻ പറ്റിയൊരു അവസരം കിട്ടിയപ്പോൾ, രണ്ടാൾക്കാർ ഫ്രീ ആയിട്ടുള്ള ഒരു അവസരം കിട്ടിയപ്പോൾ ഇത് ഒരു കുറച്ചു നേരം ഇരുന്ന് പറഞ്ഞാൽ തീരാവുന്ന ഒരു വീഡിയോ ആയതുകൊണ്ട് പെട്ടെന്ന് ഇത് പറഞ്ഞു തീർത്തതാണ്. അപ്പോൾ അല്ലേ, എനിക്ക് എന്തെങ്കിലും പറയണ്ടോ ലാസ്റ്റ് ആയിട്ട്? ഒന്നുമില്ല, ഹാപ്പി അല്ലേ. അപ്പം അങ്ങനെ എന്താ പറയുക, അത്ര ഉള്ളായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും ആ ബെൽ ബട്ടണൊക്കെ ഒന്ന് അടിച്ച് പൊട്ടിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരോടും ബൈ ബൈ.